കൂട്ടുകാരെ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബ്സ ബിരിയാണി തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോങ് വീഡിയോ ആണ്, ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഷോർട്സ് ഇട്ടാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് വ്യൂസ് കിട്ടും, പക്ഷേ കാണുന്നവർക്ക് ഉപകാരം വേണ്ടേ, അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം നമുക്ക് ഈ കബ്സ ഉണ്ടാക്കുന്ന ഒരു ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് പെട്ടെന്ന് നോക്കി ചെയ്യാമല്ലോ. അപ്പോൾ ഒരു കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. കുക്കർ എടുത്ത് വയ്ക്കുക, അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനകത്തോട്ട് ഒരു ബേ ലീഫും ഒരു 5 ഏലക്കായും 5 കരയാമ്പൂവും ഒരു പട്ടയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനകത്തോട്ട് നമ്മൾ ഒരു 3 പച്ചമുളകും വെളുത്തുള്ളിയും അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 3 ടേബിൾ സ്പൂൺ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയോ ചതയ്ക്കുകയോ ചെയ്യണം. ചതയ്ക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇടാം. അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സവാള നല്ല ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ നന്നായിട്ട് അരച്ച് കഴിയുമ്പോൾ ഇത് അടി പിടിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പം നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളറാണേ ആയി വരുമ്പോൾ നമ്മൾ 2 ടൊമാറ്റോ പ്യൂറി ആക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതും കൂടി നമ്മൾ ഈ സവാളയുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് കൂട്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഞാൻ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി അറബിക് ഡിഷസിനൊന്നും വലിയ എരി കാണത്തില്ല, പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി എരിയും പുളിയും ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഒരു വേർഷനും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാനേ. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു ഉണക്ക നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി അതിൻ്റെ മസാല, അതിൻ്റെ ജ്യൂസെല്ലാം വരണ്ടേ മസാലയിലോട്ട്, അതിനു വേണ്ടി ഒന്ന് കുത്തിയിട്ട് ഇതിനകത്തോട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു അറബിക് മസാല. അത് ഞാൻ കബ്സ മസാല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്നാലേ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കബ്സ മസാലയുടെ കൂടെ തന്നെ നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഈ കബ്സ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഈ ഒരു മസാല 2 ടീസ്പൂണാണ് നമ്മൾ ആഡ് ചെയ്യാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നല്ല മൂപ്പിക്കണം. ഈ മസാല മൂത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ക്യാപ്സിക്കം ഇടാം. പിന്നെ ചിലവർ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും. അതുപോലെ ടൊമാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്യും, ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്യും. അതുപോലെ 2 പച്ചമുളക്, 2 1 എരിയുടെ നിങ്ങൾക്ക് എരി വേണ്ടതനുസരിച്ച് പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഈ ടൊമാറ്റോയും ഈ ഇടുന്ന വെജിറ്റബിൾസ് ഇടുന്നുണ്ടെങ്കിൽ അതൊന്നും ഭയങ്കരമായിട്ട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഞാനൊരു ചിക്കൻ്റെ ഒരു ക്യൂബുണ്ട്, അത് ചേർക്കുന്നുണ്ട്. അത് മസാല നല്ല കുറുകിയും പിന്നെ ടേസ്റ്റും നമുക്ക് കുറച്ച് നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പം നല്ല ഗ്രേവി, നല്ലൊരു കുഴഞ്ഞിരിക്കും. നമ്മുടെ സാധാരണ നമുക്ക് ഈ കബ്സയും മന്തിയൊക്കെ ഒരുപാട് ഡ്രൈ ആയി പോയാൽ അതിനെ ഗ്രേവി ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കുഴഞ്ഞ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ഫുൾ കോഴി 8 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കന് നമ്മൾ റോസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കിയെടുക്കണം. ആ മസാല എല്ലാം ആ ചിക്കൻ്റെ വരഞ്ഞ് വെച്ചിരിക്കുന്ന അതിനകത്തെല്ലാം കയറി
മസാലയൊക്കെ കയറി എന്താ പറയുക ഉപ്പ് ഇതിൽ ഞാൻ 2.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ അതനുസരിച്ച് ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ ചൂടുവെള്ളം 3 കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് നമുക്ക് 2 വിസിൽ മതിയാവും. 2 വിസിലാകുമ്പം ഇത് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ പീസാകുമ്പോഴത്തേക്ക് 2 വിസിലോട് കൂടി നമുക്ക് ചിക്കനൊക്കെ നല്ല ഒരു ഇതിൽ വെന്ത് കിട്ടും. ഇനി പതുക്കെ നമുക്ക് വെയിറ്റൊക്കെ ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ പതുക്കെ ആ ചിക്കൻ്റെ പീസ് എടുത്ത് മാറ്റുകയാണ് ചെയ്യണത്. വലിയ പീസാണ്, നമുക്ക് എളുപ്പം ഉണ്ട്. ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇപ്പം അതിൻ്റെ വൈറ്റ് ഇച്ചിരി കളറ്, നമുക്ക് കുറച്ചുകൂടെ കളർ വേണ്ടേ നമ്മൾ മലയാളികൾക്ക്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ നേരത്തെ നമ്മൾ ആ കപ്സ മസാല നമ്മൾ ഉണ്ടാക്കിയില്ലേ, മല്ലിപ്പൊടിയും ജീരകമൊക്കെ ഇട്ട് ആ മസാല നമ്മൾ കുറച്ച് ബാക്കി എടുത്തിട്ട് ആ മസാലയും കുറച്ച് ഉപ്പ് നോക്കിയിട്ടിടണേ. സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ പുരട്ടിയെടുക്കണം ചിക്കൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു പാനിനകത്ത് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. പക്ഷെ ഞാനിപ്പം അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്ക് കപ്സ റൈസിലോട്ട് ചേർക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത്. കാരണം കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ എന്ന് കരുതിയിട്ട്. അതുമല്ല, അതാണ് അതിൻ്റെ കറക്റ്റ് വേ എന്ന് പറയുന്നത്. നമ്മൾ കപ്സയിൽ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 180 ഡിഗ്രിയിൽ ടോസ്റ്റ് ഇതാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ടോസ്റ്റിലിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കുവാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് ഒരു 30 മിനിറ്റ്, അപ്പം 15 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ തിരിച്ച് എടുത്തിട്ടൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പം നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടും. അതിന് ശേഷം നമ്മളിവിടെ ഇനിയിപ്പോൾ റൈസ് ഇട്ട് കൊടുക്കണം നമുക്ക് ആ ബാക്കി നമ്മൾ ചിക്കൻ്റെ ഗ്രേവിക്കകത്തോട്ട്. അപ്പോൾ അതിന് ഞാനിപ്പോൾ 2.5 കപ്പ് അരിയാണ് എടുത്തത്. 2.5 കപ്പ് അരിക്ക് നമുക്ക് 4.25 കപ്പ് വെള്ളം വേണം. അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പം നല്ല കഴുകി കുതിർത്ത്, അതൊക്കെ അറിയാമല്ലോ, നമ്മൾ ബിരിയാണി റൈസൊക്കെ സാധാരണ കഴുകി ഇതിപ്പോൾ നീളമുള്ള അരിയാണ് കപ്സ റൈസ്. അത് നമുക്ക് കടയിൽ ചോദിക്കുമ്പം കിട്ടും. കപ്സ റൈസ്, മന്തി റൈസൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയുള്ളതാണ്. അപ്പം 1 കപ്പിന് 1.25 കപ്പാണ് നമുക്ക് ഇതിൻ്റെ ഈ അരിയുടെ അളവ്, വേവാനുള്ള അളവെന്ന് പറയുന്നത്. അപ്പം 4.25 കപ്പ് വെള്ളമാണ്. 2.5 കപ്പ് അരിക്ക് 4.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. നമുക്കത് വറ്റിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമും ലോ ഫ്ലെയിമും പിന്നെ ഈ ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കുക്കർ അടച്ച് വെക്കണേ. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ അതിന് പുറത്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് അടച്ച് 5 മിനിറ്റ് കൂടി നമ്മൾ ഫ്ലെയിം ഇല്ലാതെ വെക്കണം. വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. 2 ടൊമാറ്റോ, അപ്പോൾ ഞാൻ 1 വെളുത്തുള്ളിയേ ഇട്ടുള്ളൂ. എടുത്ത് വെച്ചപ്പം 3 വെളുത്തുള്ളി കാണിച്ചതാണ്. 1 വെളുത്തുള്ളി മതി. പിന്നെ കുറച്ച് മല്ലിയിലയും നാരങ്ങ നീരല്ലെങ്കിൽ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്യുകയോ, ഞാനിപ്പോൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് മന്തിയുടെ കൂടെ കഴിക്കാം. നല്ല മന്തിയല്ലല്ലോ, കപ്സ ബിരിയാണിയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേറെ അടിപൊളി റെസിപ്പിയായിട്ട് കാണാം.